ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി ശർക്കര ഉപ്പേരിയാണ്. നമ്മൾ ശർക്കര വരട്ടി എന്ന് പറയില്ലേ അത്. ശർക്കര ഉപ്പേരി നമ്മൾ പച്ച നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കുന്നത്. ആദ്യം പച്ച നേന്ത്രക്കായ എടുത്ത് അതിനെ കഴുകി അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതുപോലെ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. കഴുകി അതിനെ ഒന്ന് തുടച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ കായയൊക്കെ കഴുകി തുടച്ച് വെക്കണം. പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് ശർക്കര ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേശ്ശെ ഉണ്ടാക്കണം നല്ലത്. ഒറ്റയടിക്കാവുമ്പോൾ നല്ല പണിയാണത് ഇളക്കലും ശർക്കര പാനിയിലിട്ടിട്ട്. ഇനി ഒരു വാഴയ്ക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ നടുവേ കീറുക, ഇതുപോലെ. എന്നിട്ട് അതിനെ കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അങ്ങനെ വട്ടത്തിൽ. നമുക്ക് ചിപ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ വണ്ണം വേണം, എന്നാൽ ഒരുപാട് വണ്ണം ആകാനും പാടില്ല. ഈ വണ്ണത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. എല്ലാ പീസും ഏകദേശം ഒരേ വണ്ണത്തിലുള്ള പോലെ മുറിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇനി ഒരു പാനോ കടായിയോ എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കണം. നമുക്ക് വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാട്ടുള്ളൂ. ട്രഡീഷണൽ ശർക്കര ഉപ്പേരി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് വരുത്താം. എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കുറേശ്ശായിട്ട് വറുത്തെടുക്കാം അതിൽ. ഇനി അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ളൂ. കഷ്ണം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് നമ്മളത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താലേ അത് ഉള്ളു വേവുള്ളൂ. ഇത് വറുത്തെടുക്കാൻ സമയം പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ കളറ് കണ്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കേണ്ടട്ടുള്ളൂ. അത് മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. തന്നെ വറുത്ത് കഴിയുമ്പോൾ അത് ഒരു മഞ്ഞ കളർ ആകുന്നതാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ മുഴുവൻ ഇതുപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം. നല്ലോണം ചൂടാറിയ ശേഷമേ നമുക്ക് അതിനെ ശർക്കര പാവിൽ ഇടാൻ പാടുള്ളൂ. ഇനി ഈ ശർക്കര ഉപ്പേരിക്ക് ചേർത്താനുള്ളൊരു പൊടി ഉണ്ടാക്കാം. അതിനൊരു 5-6 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടി എടുത്തിട്ട് പൊടിക്കുക മിക്സിയിൽ. ആ ചുക്ക് മുഴുവനായിട്ടുള്ളത് കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ എടുക്കാട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ചുക്ക് പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുമല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുന്നത്. അതുപോലെ പഞ്ചസാര വേറെ നമ്മൾ പൊടിച്ച് വെക്കണം, സെപ്പറേറ്റ് ആയിട്ട് കുറച്ച്. ഈ 2 പൊടികളും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. പഞ്ചസാര പൊടി വേറെ, ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചത് വേറെ. ഇനി ശർക്കരപ്പാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ശർക്കര ഇട്ടിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് അലിയിച്ചെടുക്കുക. എത്ര കായ എടുക്കണ്ടോ അതിൻ്റെ പകുതി ശർക്കര എടുക്കണം. 1 കിലോ കായ ആണെങ്കിൽ 1/2 കിലോ ശർക്കര, അങ്ങനെ. ഈ ശർക്കര മുഴുവൻ അലിയിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ വല്ല അഴുക്കുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. എന്നിട്ട് നമ്മൾ അതിനെ ഒന്നും കൂടെ കമ്പിപ്പാകം ആക്കണം. അപ്പോൾ ആ കമ്പിപ്പാകം ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ജീരകവും ചുക്കും കൂടിയൊക്കെ പൊടിച്ച് വെച്ച് അതിനെ ഇട്ട് കൊടുക്കുക, 1 സ്പൂണ്, ഒന്ന് അതിലേക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ശർക്കരയെ നമ്മൾ ഒന്ന് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം, കമ്പിപ്പാകം വരുന്നവരെ. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയില്ലേ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു കമ്പി ഇങ്ങനെ വരും പോലെ, അത് കാണിച്ചു തരാട്ടുള്ളൂ. ഇതുപോലെ കമ്പിപ്പാകം നോക്കണം. ഈ ശർക്കര പാനി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ അകറ്റി നോക്കിയാൽ ഒരു കമ്പി പോലെ ഇങ്ങനെ വരും. അതാണ് കമ്പിപ്പാകം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്, അറിയുന്നവരെന്നെ ചീത്ത പറയണ്ട. കമ്പിപ്പാകം വന്ന ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച കായ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ശർക്കര ഉപ്പേരിയിലേക്ക് നമ്മൾ ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടി 1-2 സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി പഞ്ചസാര പൊടിച്ച് വെച്ചതിന് നമുക്ക് അതുപോലെ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഈ ശർക്കര ഉപ്പേരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അല്ലെങ്കിൽ പാവ ആറുമ്പോഴേക്കും ഈ ശർക്കര ഉപ്പേരിയൊക്കെ തമ്മിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. പിന്നെ അത് വെടിക്കാൻ ബുദ്ധിമുട്ടല്ലേ.
ഇനി മാറി മാറി ഈ പഞ്ചസാരയും ഈ ചുക്കുപൊടിയും മാറി മാറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. അത് ഒന്ന് ആറാൻ വെക്കണം, പിന്നെയും ഒന്ന് ഈ പൊടികൾ ചേർത്ത് ഒന്ന് ഇളക്കണം, അങ്ങനെ ചെയ്യുക. ഈ പൊടികളൊക്കെ ചേർത്തുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും ഒന്ന് പിടിക്കുള്ളൂ. കുറേശ്ശെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നമുക്ക് ഈ ഇളക്കലൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ വറുത്തെടുക്കാൻ മാത്രം കുറച്ച് സമയം പിടിക്കും. പിന്നെ ഈ പൊടികളൊക്കെ നമ്മുടെ സൗകര്യം പോലെ അളവൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടുള്ളൂ. പക്ഷേ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ആറിയ ശേഷം ഇതിനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ എപ്പോഴും പറയും പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.